കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സ്നേഹിതൻ എനിക്ക് വീഡിയോ അയച്ചു തന്നു. ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് സദാം ഹുസൈൻ തൻ്റെ വധശിക്ഷയ്ക്ക് തൊട്ട് മുൻപ് യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും അവസാന സന്ദർഭങ്ങൾ, അതായത് ആ പീഡാനുഭവങ്ങൾ വിവരിക്കുന്ന ദ പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് എന്ന സിനിമ കണ്ടു എന്നാണ്. ആദ്യം ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇത് ഫേക്ക് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും, വിവരങ്ങളായിരിക്കുമെന്നാണ്. എന്നാൽ പിന്നീട് ഞാൻ അതിനെക്കുറിച്ച് ഒരു അന്വേഷണം നടത്തി. ആ അന്വേഷണം നടത്തിയപ്പോൾ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു വീഡിയോ ആണിത്. ഒരു മനുഷ്യൻ്റെ അധികാരം പൂർണ്ണമായി തകരുമ്പോൾ, ഭൗതികമായ എല്ലാ പദവികളും നഷ്ടപ്പെടുമ്പോൾ അയാൾക്ക് എന്താണ് തോന്നുന്നത്? തൻ്റെ മുന്നിൽ കാത്തിരിക്കുന്ന മരണത്തെ അഭിമുഖീകരിക്കാൻ ലോകത്തിലെ ഏറ്റവും ക്രൂരനായ ഒരു ഏകാധിപതി ഒടുവിൽ അഭയം തേടുന്നത് ക്രിസ്തുവിൻ്റെ സഹനാനുഭവത്തിലായിരുന്നു. ഇതാണ് ചോദ്യം. 25 വർഷത്തോളം ഇറാഖിനെ ഇരുമ്പ് ദണ്ട് കൊണ്ട് അടക്കി ഭരിച്ച സദാം ഹുസൈൻ തൻ്റെ വധശിക്ഷയ്ക്ക് ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ അവസാനമായി കണ്ട സിനിമ മെൽ ഗിബ്സന്റെ പ്രസിദ്ധമായ ദ പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് ആയിരുന്നു എന്ന വാർത്ത സത്യമാണ്. ഈ വീഡിയോയിൽ ഒരു സ്വേച്ഛാധിപതിയുടെ അവസാന നാളുകളും ക്രിസ്തുവിൻ്റെ കുരിശും തമ്മിലുള്ള ആ അപ്രതീക്ഷിതമായ കൂട്ടിമുട്ടലിൻ്റെ ചരിത്രപരമായ സത്യം നമ്മൾ പരിശോധിക്കുകയാണ്. അമേരിക്കൻ സൈന്യത്തിൻ്റെ മിന്നലാക്രമണത്തോടെ 2003 ഇറാഖ് ഭരണകൂടം തകർന്നടിയുന്നു. 1979 മുതൽ ഇറാഖി റിപ്പബ്ലിക്കിനെ ഏകാധിപത്യത്തോടെ നയിച്ച സദാം ഹുസൈൻ്റെ കാലഘട്ടം അറബ് ദേശീയതയുടെയും ക്രൂരമായ അടിച്ചമർത്തലിൻ്റെയും കാലമായിരുന്നു. ഷിയ വിഭാഗക്കാർക്കും കുർദ് വംശജർക്കുമെതിരെ കൂട്ടക്കൊലകൾ ഉൾപ്പെടെയുള്ള കൊടും ക്രൂരതകൾക്ക് സദാം ഉത്തരവിട്ടു. ഇറാഖിന്റെ ഭരണത്തിൽ സുന്നി അറബികൾക്കായിരുന്നു എല്ലാ കാലത്തും ആധിപത്യം. 2003 ഡിസംബർ 13 ഓപ്പറേഷൻ റെഡ് ഡോൺ എന്ന സൈനിക നീക്കത്തിലൂടെ ഒളിത്താവളത്തിൽ നിന്ന് സദാം ഹുസൈൻ അറസ്റ്റ് ചെയ്യപ്പെട്ടു. തുടർന്ന് യുദ്ധക്കുറ്റങ്ങൾ, മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങൾ, വംശഹത്യ എന്നിവ ആരോപിച്ച് അദ്ദേഹത്തിനെതിരെ വിചാരണ ആരംഭിച്ചു. 2005 ഒക്ടോബർ 19 ആരംഭിച്ച വിചാരണയ്ക്കൊടുവിൽ 2006 നവംബർ 5 സദാമിനെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു. ലോകത്തിലെ ഏറ്റവും കുപ്രസിദ്ധനായ ഒരു ഭരണാധികാരി തൂക്കുകയറിനായി കാത്തിരിക്കുന്ന ആ 4 മാസങ്ങളാണ് ഈ കഥയുടെ നിർണായകമായ പശ്ചാത്തലം. ക്രൈസ്തവ വിശ്വാസികൾ ഓർക്കേണ്ടുന്ന ഒരു കാര്യം, സദാം ഹുസൈന് ക്രിസ്ത്യാനികളോട് മതപരമായ കടുത്ത എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ ഭരണത്തെ രൂപപ്പെടുത്തിയ ബാത്ത് പാർട്ടിയുടെ പ്രത്യയശാസ്ത്രം തന്നെ മതേതരമായ അറബ് ദേശീയതയിൽ അധിഷ്ഠിതമായിരുന്നു. 1947 ബാത്ത് പാർട്ടിയുടെ സ്ഥാപകരിൽ ഒരാളായ മിഷേൽ അഫ്ലാഗ് ഒരു അന്ത്യോക്യൻ ഓർത്തഡോക്സ് ക്രിസ്ത്യാനി ആയിരുന്നു എന്നതും എടുത്തു പറയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മതേതര അടിത്തറയിലാണ് ആ പാർട്ടി വളർന്നു വന്നത്. സദാമിന്റെ ഭരണത്തിന് കീഴിൽ ക്രിസ്ത്യൻ സമൂഹം താരതമ്യേന സുരക്ഷിതരുമായിരുന്നു. 1987 ഇറാഖി സെൻസസ് പ്രകാരം ഏകദേശം 14 ലക്ഷം ക്രിസ്ത്യാനികൾ ഇറാഖിൽ ഉണ്ടായിരുന്നു. ഇറാഖിലെ ഈ ക്രൈസ്തവ സമൂഹം പൊതുവെ വിദ്യാസമ്പന്നരായിരുന്നതിനാൽ ഭരണപരമായ കാര്യങ്ങളിൽ, സിവിൽ സർവീസിലൊക്കെ സദാം ഇവരെ മാക്സിമം ഉപയോഗിക്കുകയും ചെയ്തു. ഈ കാലഘട്ടത്തിൽ ക്രിസ്ത്യൻ പള്ളികൾക്ക് സർക്കാർ സംരക്ഷണം നൽകുകയും സഹായങ്ങൾ നൽകുകയും ചെയ്തിരുന്നതായും രേഖകൾ പറയുന്നുണ്ട്. ക്രിസ്ത്യാനികളോട് സദാം സഹിഷ്ണുത പുലർത്തിയതിൻ്റെ ഏറ്റവും വലിയ തെളിവ് അദ്ദേഹത്തിൻ്റെ ഭരണകൂടത്തിൽ ഒരു കൽദായ ക്രിസ്ത്യാനിയായ താരിഖ് അസീസ് എന്ന വ്യക്തി ഉന്നതമായ പദവിയിലിരുന്നു. താരിഖ് അസീസ് സദാം ഹുസൈൻ്റെ വിദേശകാര്യമന്ത്രിയായും ഉപപ്രധാനമന്ത്രിയായും വരെ പ്രവർത്തിച്ചു. ബാത്ത് പാർട്ടിയുടെ ഭരണകാലത്ത് ഉന്നത പദവി വഹിച്ച ക്രിസ്ത്യാനിയ അദ്ദേഹമായിരുന്നു. ലോകത്തിന് മുൻപിൽ ഇറാഖിന്റെ മതേതരമായിട്ടുള്ള ഒരു മുഖം അവതരിപ്പിക്കുവാൻ താരിഖ് അസീസിന്റെ സാന്നിധ്യം സദാമിന് എപ്പോഴും സഹായകരവുമായിരുന്നു. സദാം ഭരണകൂടം മതസ്വാതന്ത്ര്യം പരിമിതപ്പെടുത്തുകയും ഷിയ മുസ്ലിങ്ങളെ അതിക്രൂരമായി അടിച്ചമർത്തുകയും ചെയ്തിരുന്നു. ക്രിസ്ത്യാനികളോടുള്ള സഹിഷ്ണുത അന്താരാഷ്ട്ര തലത്തിൽ ഇറാഖിനൊരു നല്ല പ്രതിച്ഛായ നൽകുവാൻ വേണ്ടിയുള്ള ബോധപൂർവമായ പരിശ്രമത്തിന്റെ ഭാഗമായിരുന്നു എന്ന് വിമർശിക്കുന്നവരുമുണ്ട്. ഭൂരിപക്ഷമായ ഷിയ വിഭാഗത്തിന്റെ സ്വാധീനം കുറയ്ക്കാനും ഇത് അത്യാവശ്യമായിരുന്നു. ക്രിസ്ത്യാനികൾക്ക് 2003 മുൻപ് ഇറാഖിൽ സുരക്ഷ ലഭിച്ചു എന്നുള്ളത് ഏതായാലും ചരിത്രപരമായ യാഥാർത്ഥ്യമാണ്. 2026 ഓഗസ്റ്റ് മുതൽ ഡിസംബർ 30 വധശിക്ഷ നടപ്പാക്കുന്ന ദിവസം വരെ
സദാം ഹുസൈനെ കാത്തു സൂക്ഷിച്ചിരുന്നത് സൂപ്പർ 12 എന്നറിയപ്പെട്ട 12 അമേരിക്കൻ മിലിറ്ററി പോലീസുകാരായിരുന്നു. സദാമിന്റെ ഈ അവസാന നാളുകളുടെ വിവരണങ്ങൾ ദ പ്രിസണർ ഇൻ ഹിസ് പാലസ് എന്ന പുസ്തകത്തിലൂടെയാണ് ലോകം അറിഞ്ഞത്. അമേരിക്കയുടെ ശത്രുവും ലോകം കണ്ട ഏറ്റവും വലിയ വില്ലനുമായി കണക്കാക്കിയ സദാം ഹുസൈനുമായി ഈ കാവൽക്കാർ ഒരു അപ്രതീക്ഷിതമായ സൗഹൃദ ബന്ധം സ്ഥാപിച്ചു. തടവറയിൽ കഴിഞ്ഞ അവസാന 4 മാസങ്ങൾ സദാം ഹുസൈൻ പ്രിസൺ ഗാർഡൻ പരിപാലിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തി. അദ്ദേഹത്തിന് മഫിനുകൾ ഇഷ്ടമായിരുന്നു, ക്യൂബൻ ചുരുട്ടുകൾ വലിക്കുവാൻ താല്പര്യമായിരുന്നു. അതുപോലെ തന്നെ റേഡിയോയിൽ അദ്ദേഹം പതിവായി സംഗീതവും കേൾക്കാറുണ്ടായിരുന്നു. വധശിക്ഷ തടവുകാരൻ്റെ അവസാനത്തെ ക്രിസ്മസ് കാലം ഈ കഥയിലെ നിർണായകമായ മുഹൂർത്തമാണ്. ഒരു ക്രിസ്മസ് മെഴുകുതിരി കത്തിച്ചു വെച്ച് സദാം തൻ്റെ ഭാര്യയ്ക്ക് കവിത എഴുതുന്ന കാര്യം കാവൽക്കാർ പങ്കുവെക്കുന്നുണ്ട്. അതെ, ഞങ്ങൾക്ക് ഒരു പാരമ്പര്യമുണ്ട്. എല്ലാ വർഷവും ക്രിസ്മസ് അവധിക്ക് ഞങ്ങൾ ഒരു മെഴുകുതിരി കത്തിച്ചു വെക്കും. ഞാൻ അവൾക്ക് വേണ്ടി ഒരു കവിത എഴുതും. ഇതെൻ്റെ ഒരു പതിവാണ് എന്ന് അദ്ദേഹം കാവൽക്കാരോട് പറഞ്ഞു. തന്നെ കാത്തു സൂക്ഷിച്ച സൂപ്പർ 12 കാവൽക്കാർക്ക് വേണ്ടി അദ്ദേഹം മറ്റൊരു കവിതയും എഴുതി. ആ കവിതയിൽ ഇറാഖിൽ തന്നെ ഇങ്ങനെ കാക്കുന്നതിന് പകരം അവർ അമേരിക്കയിൽ തങ്ങളുടെ കുടുംബത്തോടൊപ്പം ക്രിസ്മസ് ആഘോഷിക്കണമെന്ന് ആ കവിതയിലൂടെ സദാം ആശംസിക്കുന്നുമുണ്ട്. സദാം തൂക്കിലേറ്റപ്പെട്ടപ്പോൾ ഈ കാവൽക്കാർ അതീവ ദുഃഖിതരായിരുന്നു എന്നതിൽ നിന്ന് അവർക്ക് തമ്മിലുണ്ടായ ബന്ധം എത്രമാത്രം ഊഷ്മളമായിരുന്നു എന്നുള്ളത് തെളിയിക്കുന്നുമുണ്ട്. തൂക്കിലേറ്റപ്പെടുന്നതിന് ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോഴാണ് സദാം ഹുസൈൻ കാവൽക്കാരെ ഞെട്ടിച്ചുകൊണ്ട് ഒരാവശ്യം മുന്നോട്ട് വെച്ചത്. തനിക്ക് മെൽ ഗിബ്സൺ സംവിധാനം ചെയ്ത ദ പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് എന്ന സിനിമ കാണണം എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ആവശ്യം. അധികാരത്തിലായിരുന്നപ്പോൾ ലക്ഷക്കണക്കിന് മനുഷ്യരെ കൊന്നൊടുക്കുവാൻ ഉത്തരവിട്ട ഒരു ഭരണാധികാരി തൻ്റെ മരണത്തിന് ദിവസങ്ങൾ എണ്ണി കാത്തിരിക്കുമ്പോൾ ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ സഹനാനുഭവത്തെക്കുറിച്ച് അറിയാൻ ശ്രമിച്ചത് തീർച്ചയായും വലിയൊരു ആത്മീയ ചിന്തകൾക്ക് വഴി തുറക്കുന്ന കാര്യമാണ്. ഒരു സ്വേച്ഛാധിപതിയുടെ ജീവിതത്തിലെ ഏറ്റവും ദുർബലമായ നിമിഷത്തിൽ ഭൗതിക ശക്തിക്ക് അതീതമായ നിത്യമായ ചോദ്യങ്ങളെക്കുറിച്ചുള്ള മനുഷ്യന്റെ അടിസ്ഥാനപരമായ അന്വേഷണമാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഒരു വശത്ത് തൻ്റെ ഭരണത്തിന്റെ പതനം, മറുവശത്ത് വരാനിരിക്കുന്ന വധശിക്ഷ. ഈ അനിശ്ചിതത്വത്തിനിടയിൽ യേശുക്രിസ്തുവിന്റെ അവസാന മണിക്കൂറുകളുടെ അതിക്രൂരമായ ദൃശ്യാവിഷ്കാരം കാണുവാനുള്ള സദാമിന്റെ തീരുമാനം എല്ലാ രാഷ്ട്രീയ അതിർവരമ്പുകൾക്കും മുകളിൽ ക്രിസ്തുവിന്റെ കഷ്ടാനുഭവത്തിന്റെ സ്വാധീനം എത്ര വലുതാണെന്ന് തെളിയിക്കുന്നത് കൂടെയാണ്. ദ പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് കാണുവാനുള്ള സംവിധാനം ഈ കാവൽക്കാർ അദ്ദേഹത്തിന് ഒരുക്കി കൊടുത്തു. അങ്ങനെ ആ സിനിമ കണ്ട ശേഷം സദാം ഹുസൈൻ പ്രകടിപ്പിച്ച അതിവൈകാരികമായ പ്രതികരണം അങ്ങേയറ്റം നാടകീയമായിരുന്നു. സിനിമ കണ്ടതിന് ശേഷം അദ്ദേഹം ഉടൻ തന്നെ കാവൽക്കാരോട് പ്രതികരിച്ചു. ആയിരങ്ങളുടെ മരണത്തിന് ഉത്തരവിട്ട ഒരു ഭരണാധികാരി ക്രിസ്തുവിന്റെ നിഷ്കളങ്കമായ സഹനം കണ്ടിട്ട് വൈകാരികമായി പ്രതികരിച്ചത് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു വൈരുദ്ധ്യമായി തന്നെയാണ് അടയാളപ്പെടുത്തേണ്ടത്. ഈ സിനിമ കണ്ട സദാം താൻ ഭരണത്തിൽ ചെയ്തു കൂട്ടിയ അതേ ക്രൂരതകളുടെ വേറൊരു തരത്തിലുള്ള ദൃശ്യങ്ങൾ മുന്നിൽ കാണുമ്പോൾ അതിനെ നിസാരവൽക്കരിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. ക്രിസ്തുവിന്റെ പീഡാനുഭവത്തിന്റെ തീവ്രത കണ്ട് ഏറ്റവും ക്രൂരനായ ആ മനുഷ്യൻ പോലും ലോകം കണ്ട ഏറ്റവും വലിയ ക്രൂരതയുടെ മുൻപിൽ ശിരസ് നമിച്ചു എന്ന സത്യം ഇവിടെ സ്ഥാപിക്കപ്പെടുന്നു. സദാം ഹുസൈൻ സിനിമ കണ്ട ശേഷം നടത്തിയ പ്രതികരണങ്ങൾ ഇപ്രകാരമാണ്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ വീക്ഷണവും അറബ് ദേശീയ ബോധവും വിശ്വാസപരമായ കാഴ്ചപ്പാടുകളും എല്ലാം കെട്ടുപിണഞ്ഞു കിടക്കുന്ന പ്രതികരണങ്ങളായിരുന്നു അദ്ദേഹം നടത്തിയത്. ദ പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച സിനിമയാണെന്ന് സദാം പറഞ്ഞു. യഹൂദന്മാർ യേശുവിനോട് കാണിച്ച ആ ക്രൂരത കണ്ട് അദ്ദേഹം കടുത്ത ദേഷ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഇപ്രകാരം പ്രതികരിച്ചു: ഇറാഖികൾ യേശുവിനെ ഇതിലും നന്നായി പരിഗണിക്കുമായിരുന്നു. ഈ പ്രതികരണങ്ങൾ ശ്രദ്ധേയമാണ്. യേശുവിന്റെ പീഡാനുഭവത്തെയും മരണത്തെയും അറബ് ദേശീയവാദ കാഴ്ചപ്പാടിലേക്ക് അദ്ദേഹം മാറ്റി എഴുതുവാൻ ശ്രമിക്കുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. യേശുവിനെ പീഡിപ്പിച്ചവരെ വിമർശിക്കുന്നതിലൂടെ അദ്ദേഹം ഇസ്രായേലിനോടും പാശ്ചാത്യ ശക്തികളോടുമുള്ള തൻ്റെ രാഷ്ട്രീയ എതിർപ്പ് അവസാന നിമിഷങ്ങളിലും പ്രകടിപ്പിക്കുകയായിരുന്നു എന്നുകൂടെ വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം. സദാം ഒരിക്കലും യേശുവിനെ ഒരു ദൈവപുത്രനായോ രക്ഷകനായോ തിരിച്ചറിഞ്ഞില്ലെങ്കിലും യേശു എന്ന ആ കഥാപാത്രത്തെ അദ്ദേഹം ഹൃദയം കൊണ്ട്
ഏറ്റുവാങ്ങി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരു ഏകാധിപതി തൻ്റെ അവസാന നിമിഷങ്ങളിൽ ക്രിസ്തുവിനെ കുറിച്ചുള്ള സിനിമ കണ്ടെന്നതും ക്രിസ്തു അനുഭവിക്കേണ്ടി വന്ന ക്രൂരത അത് വിമർശിക്കത്തക്ക വിധം അദ്ദേഹത്തെ അസ്വസ്ഥനാക്കി എന്നതും ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിൻ്റെ ആത്മീയ സ്വാധീനം കാണുന്നവരുടെ പദവിയോ വിശ്വാസപരമായ നിലപാടുകളോ പരിഗണിക്കാതെ തന്നെ എല്ലാ മനുഷ്യരിലും ഒരു ധാർമ്മിക പ്രതികരണം ഉണ്ടാക്കുമെന്നുള്ള യാഥാർത്ഥ്യത്തിന് ഇടുന്നതാണ്. സദാം ഹുസൈൻ്റെ മനസ്സിൽ പോലും ക്രിസ്തു ഏൽക്കേണ്ടി വന്ന ക്രൂരമായ പീഡനങ്ങൾ സ്വന്തം പാപങ്ങളുടെ ഭാരം കുറയ്ക്കുവാനുള്ള ഒരു ആത്മീയമായ ഉൾക്കാഴ്ച നൽകിയിരിക്കാം എന്ന് ചിന്തിക്കുന്നതിൽ തെറ്റില്ല. ചരിത്രത്തിലെ ഏറ്റവും വലിയ സ്വേച്ഛാധിപതികളിൽ ഒരാളായിരുന്ന സദാം ഹുസൈൻ്റെ ജീവിതം ഭൗതികമായ അധികാരം എത്ര താൽക്കാലികമാണെന്ന് നമ്മെ പഠിപ്പിക്കുന്നത് കൂടെയാണ്. അദ്ദേഹത്തിൻ്റെ ഭരണം 2003 തകർന്നടിഞ്ഞു. 2006 ഡിസംബർ 30 അദ്ദേഹം തൂക്കിലേറ്റപ്പെട്ടു. താൽക്കാലികമായ ഭൗമിക അധികാരം നശിക്കുന്നു. എന്നാൽ ക്രൂശിൽ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൻ്റെ സിംഹാസനം എത്രമാത്രം ശാശ്വതമാണ്. തൻ്റെ അധികാരം, സൈന്യം, പ്രശസ്തി എന്നിവയെല്ലാം നഷ്ടപ്പെട്ടപ്പോൾ സദാം ഹുസൈൻ അവസാനമായി അഭയം തേടിയത് ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളുടെ ഓർമ്മയിലായിരുന്നു. ഈ ലോകത്തിലെ എല്ലാ ഏകാധിപതികൾക്കും മുകളിൽ ക്രിസ്തുവിൻ്റെ കുരിശ് അധികാരം സ്ഥാപിക്കുന്നു എന്നതിൻ്റെ ശക്തമായ ദൃഷ്ടാന്തമാണിത്. ഒരു ഏകാധിപതിയുടെ കഠിന ഹൃദയം ഒരു ക്രിസ്ത്യൻ ചലച്ചിത്രം കണ്ടതോടെ താൽക്കാലികമായെങ്കിലും അലിഞ്ഞുപോയെന്നത് അതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ക്രൂശിൻ്റെ സന്ദേശം മതപരമായ അതിർവരമ്പുകളിലോ രാഷ്ട്രീയ വേർതിരിവുകളിലോ ഒതുക്കപ്പെടുന്നില്ല. അത് ലോകത്തെ ഭരിക്കുന്ന ക്രൂരന്മാരായ ഭരണാധികാരികളുടെ മനസ്സിൽ പോലും പ്രകാശം ചൊരിയുവാൻ കഴിവുള്ളതാണ്. സദാം ഹുസൈൻ്റെ ഈ ഭരണകാലത്ത് ഇറാഖി ക്രിസ്ത്യാനികൾക്ക് താരതമ്യേന സുരക്ഷ ലഭിച്ചെങ്കിലും 2003 യുദ്ധത്തിന് ശേഷം സ്ഥിതിഗതികൾ മാറിമറിഞ്ഞു. പാശ്ചാത്യ നയങ്ങൾ വർഗീയത വർദ്ധിപ്പിച്ചത് മതന്യൂനപക്ഷങ്ങൾക്ക് ദോഷകരമായി തന്നെ ഇറാഖിൽ ഭവിച്ചു. ഇസ്ലാമിക് സ്റ്റേറ്റ് പോലുള്ള ഭീകര സംഘടനകളുടെ ആക്രമണങ്ങൾക്ക് ശേഷം ഒരു കാലത്ത് 14 ലക്ഷം ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്ന ഇറാഖിൽ ഇപ്പോൾ 2.5 ലക്ഷത്തിൽ താഴെയായി അവരുടെ അംഗസംഖ്യ കുറഞ്ഞിരിക്കുന്നു. ഇറാഖി ക്രിസ്ത്യാനികളുടെ കഷ്ടപ്പാടുകൾ ഇപ്പോഴും അവസാനിക്കാതെ തുടരുന്നു. ഈ ലോകത്തിലെ എല്ലാ ഭൗതിക ശക്തികൾക്കും മുകളിൽ ക്രിസ്തുവിൻ്റെ കുരിശിനു മാത്രമേ ഒരു ഏകാധിപതിയുടെ മനസ്സിൽ പോലും അപ്രതീക്ഷിതമായ സ്വാധീനം ചെലുത്തുവാൻ കഴിയൂ എന്ന സത്യമാണ് ഈ ചരിത്ര നിമിഷം നമ്മെ ഓർപ്പിക്കുന്നത്. സദാമിൻ്റെ ഈ അവസാന കാഴ്ച ക്രിസ്തുവിൻ്റെ സഹനമാണ് അന്തിമ വിജയം എന്നതിന് ഒരിക്കൽ കൂടെ അടിവരയിടുന്നു. ഏതൊരാൾക്കും എപ്പോഴും രക്ഷകന്റെ കുരിശിൻ്റെ ശക്തിയിൽ പ്രത്യാശ കണ്ടെത്തുവാൻ സാധിക്കും.